പോലീസിനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ അർജുൻ ആയങ്കിയെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തലശ്ശേരി കോടതിയുടേതാണ് തീരുമാനം. സംഘടിത കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ആയങ്കിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന റിപ്പോർട്ടും പോലീസ് ഇന്ന് കോടതിയിൽ സമർപ്പിച്ചു. ഊന്നുകല്ല് CIA ഭീഷണിപ്പെടുത്തിയ കേസിൽ ആയങ്കിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്താനാണ് പോലീസ് നീക്കം. കസ്റ്റഡിയിൽ വിട്ട അർജുൻ ആയങ്കിയെ വെള്ളിയാഴ്ച 11:30 മുൻപ് തിരിച്ച് കോടതിയിൽ ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം. പോലീസ് വ്യാജ തെളിവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പ്രതിഭാഗം വാദിച്ചു. കസ്റ്റഡി അപേക്ഷയിൽ പിടിച്ചെടുത്ത മൊബൈലിന്റെ കൃത്യമായ വിവരങ്ങളൊന്നും ഫോണിന്റെ IMEI നമ്പർ റിമാൻഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി. കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച മൊബൈൽ കണ്ടെത്തണമെന്ന് പ്രോസിക്യൂഷനും വ്യക്തമാക്കി. അതേസമയം ആയങ്കിയെ ഉടൻ തന്നെ ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. കാപ്പ ചുമത്താനടക്കം ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും അത് അത്ര എളുപ്പമാകില്ലെന്നാണ് വിലയിരുത്തൽ. എന്നാൽ കൂടുതൽ കർശനമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ആയങ്കിക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത ഒഴിവാക്കാനാകും ശ്രമം നടത്തുക എന്നാണ് വിവരം. കണ്ണൂർ സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഞായറാഴ്ചയായിരുന്നു അർജുൻ ആയങ്കിയുടെ അറസ്റ്റ്. കണ്ണൂർ തളിക്കാവിലെ അഭിഭാഷക ദമ്പതികളുടെ വീട്ടിൽ നിന്നാണ് അർജുനെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും കൂത്തുപറമ്പ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുകയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഇതിനുശേഷം അർജുനെ തലശ്ശേരി സബ് ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു.